നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീരമലക്കുന്നിൽ വൻ വിള്ളൽ. ഡ്രോൺ സർവേയിലാണ് കുന്നിൽ വിള്ളലുകൾ കണ്ടെത്തിയത്. കുമ്പള ടൗണിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. വിദ്യാർത്ഥിനിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കാസർഗോഡ് വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു. തൊഴിലിടങ്ങളിലെ ഇന്റേൺ കമ്മിറ്റികളെ ശക്തിപ്പെടുത്തണമെന്ന് PP കുഞ്ഞായിഷ. വായനാ ദിനം. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായന പക്ഷാചരണം സംഘടിപ്പിച്ചു. CPIMന്റെ നേതൃത്വത്തിൽ പൈവളികയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കഥ പറഞ്ഞും കവിത ചൊല്ലിയും മൊഗ്രാൽ ദേശീയവേദിയുടെ വായന ദിനാചരണം. എഴുത്തുകാരൻ സുറാബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന വീരമലക്കുന്നിൽ വൻ വിള്ളൽ കണ്ടെത്തി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ സർവേയിലാണ് കുന്നിൽ വിള്ളലുകൾ കണ്ടെത്തിയത്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തഹസിൽദാർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലയിൽ ദേശീയപാത നിർമ്മാണത്തെക്കുറിച്ച് വ്യാപക പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ നേരിട്ടിറങ്ങി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പലയിടത്തും വ്യാപകമായ മണ്ണിടിച്ചിലിന് പുറമെ പാതയിൽ വൻ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതിൽ ഗുരുതര സാഹചര്യത്തിലായ വീരമലക്കുന്നിലാണ് ആദ്യഘട്ട ഡ്രോൺ സർവേ നടത്തിയത്. പരിശോധനയിൽ വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞ് ചിലയിടങ്ങളിൽ നീളത്തിലും കുത്തനെയും വിള്ളലുകൾ കണ്ടെത്തി. പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ പഠിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയ മട്ടളായി കുന്നിലും ബേവിഞ്ച ചെറുക്കള ഭാഗത്തും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് കളക്ടറുടെ തീരുമാനം. തഹസിൽദാർമാരുടെ വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. കുന്നും താഴ്വാരവും സംരക്ഷണത്തിന് പ്രത്യേക നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വീരമലക്കുന്നില് ഒരു ഡ്രോൺ സർവേ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം പറഞ്ഞാൽ ഈ മഴ വന്ന ശേഷം എങ്ങനെയാണ് ഇതിന്റെ സുരക്ഷിതമായിട്ടുണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ ഇതിൽ കണ്ടത് കുറെ സ്ഥലങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറെ സ്ഥലങ്ങളിൽ ഇതായിട്ടുണ്ട്. അപ്പോ ഈ റിപ്പോർട്ട്സ് എല്ലാം എടുത്ത് നമുക്ക് NHAക്ക് കൈമാറും. തഹസിൽദാർ റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം NHA കൈമാറി NHA അതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ഹൊസ്തുർ തഹസിൽദാർ T ജയപ്രസാദ്, ഹസാഡ് അനലിസ്റ്റ് P ശില്പ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ PV തുളസിരാജ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കളക്ടറെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി വായന പക്ഷാചരണം സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനം നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. വായനാ ദിനത്തിന്റെ ഭാഗമായി വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. വ്യക്തികളുടെ വളർച്ചയ്ക്ക് നൂതന അറിവ് നേടുന്നതിന് വായനയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് നെല്ലിക്കുന്ന് MLA പറഞ്ഞു. വായന നമ്മളെ മനുഷ്യത്വമുള്ളവരാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വായനാശീലമുള്ള മനുഷ്യന് മാത്രമേ നല്ല മനുഷ്യനായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാവപ്പെട്ടവനോട് അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ആളുകളോടൊക്കെ അനുകമ്പ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവന് വായനാശീലം ഉണ്ടായേ മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഞ്ഞ് പോലെ ഉറഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന്റെ വികാരങ്ങളെ ചൂടുപിടിപ്പിക്കുവാൻ തീർച്ചയായും അക്ഷരങ്ങൾക്ക് കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രഞ്ച് വിപ്ലവത്തിൽ അതുണ്ടായിട്ടുണ്ട്. ഏത് രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എഴുത്തുകാർ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. കേരള കേന്ദ്ര സർവകലാശാല മലയാള വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ R ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P ദാമോദരൻ, PN പണിക്കർ അനുസ്മരണം നടത്തി. കാസർഗോഡ് ADM P അഖിൽ വായനാ ദിന സന്ദേശം നൽകി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ D രഞ്ജിത, കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബെർണാഡ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PN ബാബു, കാസർഗോഡ് GHSS പ്രധാന അധ്യാപിക A ഉഷ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.
ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് എഡിറ്റർ AP ദിൽന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM-ന്റെ നേതൃത്വത്തിൽ പൈവളികയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. അമേരിക്കൻ പിന്തുണയോടെയാണ് ഇസ്രയേൽ അധിനിവേശ യുദ്ധം തുടരുന്നതെന്നാരോപിച്ച് നടന്ന റാലി ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധമായി മാറി. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വം അവസാനിക്കട്ടെ, യുദ്ധം വേണ്ട തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെ ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെയാണ് യുദ്ധം തുടരുന്നതെന്നാരോപിച്ച് പൈവളികയിൽ സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലി CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി അതിശക്തമായ ഭീകരമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ശക്തമായ പിൻബലം അമേരിക്കയാണ്. നമുക്കറിയാം, അമേരിക്ക കുറേ കാലമായിട്ട് ക്യൂബയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പാനിഷ് മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആപ്പിൾ എന്നാണ് അമേരിക്ക ക്യൂബയെ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയ ഘട്ടത്തിൽ എപ്പോഴാണോ ആപ്പിൾ പറിച്ച് ദൂരെ കളയാൻ ഞങ്ങൾ ശ്രമിക്കുക, ആ ഘട്ടത്തിൽ ഞങ്ങൾ പറിച്ച് ദൂരെ കളയുന്നത്. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. എത്രയും കൊല്ലം സാമ്പത്തിക ഉപരോധമടക്കം ഏർപ്പെടുത്തി ക്യൂബയ്ക്കെതിരായി. പക്ഷേ ക്യൂബൻ ജനത ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി അതിശക്തമായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിൽ നിന്നുകൊണ്ട് ശക്തമായി ചെറുക്കുകയാണ്. അബ്ദുൾ റസാഖ് ചിപ്പാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ, PV രമേശൻ, അബ്ദുൾ ഹാരിസ് പൈവളികെ, വിനയ് കുമാർ, പുരുഷോത്തമ ബെള്ളൂർ, അശോക് ഭണ്ഡാരി, M ചന്ദ്രനായിക് എന്നിവർ സംസാരിച്ചു. പാർട്ടി പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ റാലിയിൽ അണിനിരന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കഥ പറഞ്ഞും കവിത ചൊല്ലിയും മൊഗ്രാൽ ദേശീയവേദി സംഘടിപ്പിച്ച വായന ദിനാചരണം വേറിട്ടതായി. എഴുത്തുകാരൻ സുറാബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനയെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന പ്രവാസി വ്യവസായികളെ ചടങ്ങിൽ ആദരിച്ചു. കഥ പറഞ്ഞും കവിത ചൊല്ലിയും മൊഗ്രാൽ ദേശീയവേദി സംഘടിപ്പിച്ച വായനാ ദിനാചരണം വേറിട്ടതായി. ഉദ്ഘാടകനും എഴുത്തുകാരനുമായ സുറാബ് തുടങ്ങിവെച്ച കഥ പറച്ചിലും കവിതകളും തുടർന്നുള്ള പ്രാസംഗികരും ഏറ്റുപിടിച്ചതോടെ വായനാ ദിനാചരണം നവ്യാനുഭവമായി മാറി. ചടങ്ങിൽ ദേശീയവേദി ആക്ടിംഗ് പ്രസിഡന്റ് MA അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. M മാഹിൻ മാസ്റ്റർ വായനാ ദിന സന്ദേശം നൽകി. മൊഗ്രാൽ മൊഴികളുടെ രചയിതാവ് അബ്ദുള്ള കുഞ്ഞി ഖന്നച്ച സുറാബിനെ ഷാൾ അണിയിച്ചു. വായനയെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന പ്രവാസി വ്യവസായി MA ഹമീദ് സ്പിക്, ദേശീയവേദി ജനറൽ സെക്രട്ടറി MA മൂസ, ജോയിന്റ് സെക്രട്ടറി BM മുഹമ്മദ് കുഞ്ഞി എന്നിവരെ ചടങ്ങിൽ സ്നേഹാദരവ് നൽകി ആദരിച്ചു. P മുഹമ്മദ് നിസാർ, ZA മൊഗ്രാൽ, ഹമീദ് കാവിൽ, അഹമ്മദ് അലി കുമ്പള, PTA പ്രസിഡന്റ് അഷ്റഫ് പെർവാഡ്, സിദ്ദിഖ് റഹ്മാൻ, അബ്ദുൾ റഹ്മാൻ സുർത്തിമുള്ള, ഹമീദ് പെർവാഡ്, ഫ്രണ്ട്സ് ക്ലബ് പ്രസിഡന്റ് MP അബ്ദുൽ ഖാദർ, TA കുഞ്ഞഹമ്മദ്, ദേശീയവേദി ഗൾഫ് കമ്മിറ്റി അംഗങ്ങളായ റഷീദ് ഒമാൻ, TP അനീസ്, സുഹിർ കടപ്പുറം, അനീസ് കോട്ട, BK കലാം എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അബ്കോ, ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് സാഹിബ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റിയാസ് കരീം, MM റഹ്മാൻ, ഖാദർ മൊഗ്രാൽ, മുഹമ്മദ് സ്മാർട്ട്, വിജയകുമാർ, TK ജാഫർ, TA ജലാൽ, മുഹമ്മദ് മൊഗ്രാൽ, ഹാരിസ് ബാഗ്ദാദ്, HM കരീം, K മുഹമ്മദ് കുഞ്ഞി നാങ്കി, വിശ്വനാഥൻ, ഖലീൽ കടവത്ത്, BK അൻവർ, കൊപ്പളം ഖാലിദ്, MA അബ്ദുൽ ഖാദർ, ലിബാസ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ട്രഷറർ PM മുഹമ്മദ് കുഞ്ഞി ടൈൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് MGA റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന വനിതാ കമ്മീഷൻ സിറ്റിംഗ് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് PP കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിൽ 45 പരാതികൾ പരിഗണിച്ചു. 24 പരാതികൾ തീർപ്പാക്കി. തൊഴിലിടങ്ങളിലെ ഇന്റേൺ കമ്മിറ്റികളെ ശക്തിപ്പെടുത്തണമെന്ന് PP കുഞ്ഞായിഷ പറഞ്ഞു. ജോലിസ്ഥലത്തെ സ്ത്രീ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരാതികൾ വനിതാ കമ്മീഷന് മുമ്പാകെ വരുന്നതിന്റെ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ തൊഴിലിടത്തിലെ സ്ത്രീത്വ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പോഷ് ആക്ട് 2013 അടിസ്ഥാനമാക്കി എല്ലാ ഓഫീസുകളിലും IC നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി എല്ലാ ജില്ലകളിലും പോഷ് ആക്ടിനുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന് വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സംരംഭങ്ങളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടികൾ സ്വീകരിക്കുവാൻ കേരള സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും സ്ത്രീ തൊഴിലാളികൾ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള വനിതാ കമ്മീഷൻ 2 ദിവസത്തെ തീരദേശ ക്യാമ്പും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 28, 29 തീയതികളിൽ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഡേ തീരദേശ
മേഖലയിലുള്ള വീടുകൾ സന്ദർശിക്കുകയും അന്ന് തന്നെ ഒരു കൺവേർജൻസ് മീറ്റിംഗ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൺവേർജൻസ് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. രണ്ടാമത്തെ ദിവസം സെമിനാറാണ് നടത്തുന്നത്. അതിൽ തീരദേശ മേഖലയിൽ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സേവനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കും. അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ നിന്നുള്ള ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ നമുക്ക് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ചിട്ടുള്ള ഒരു വിഷയവും അന്ന് അവിടെ അവതരിപ്പിക്കും. സിറ്റിംഗിൽ 45 പരാതികൾ പരിഗണിച്ചു. 24 പരാതികൾ തീർപ്പാക്കി. 21 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. ഒരു പുതിയ പരാതി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് ഇന്ദിര, ഫാമിലി കൗൺസിലർ രമ്യ, വനിതാ സെൽ ASI ശാന്ത, CPU ജയശ്രീ എന്നിവർ സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് NSS യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ ബ്ലഡ് ഡോണർ ഡേയോടനുബന്ധിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലഡ് ബാങ്ക് സൂപ്രണ്ട് ഡോക്ടർ സൗമ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ഡോണർ ഡേയോടനുബന്ധിച്ച് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് NSS യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് സൂപ്രണ്ട് ഡോക്ടർ സൗമ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഹോസ്പിറ്റലിലേക്ക് ചേർന്ന് തന്നെ നമുക്ക് നല്ലോണം സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. സ്റ്റാഫിന് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ബ്ലഡ് കിട്ടാത്തപ്പോഴാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ സഹകരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസമാവും നമുക്ക് പേഷ്യൻസിന് വേണ്ടി. എന്നാലും ഇവിടെയും നല്ല രീതിയിൽ തന്നെ ഡോണേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരു 30-ന്റെ താഴെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അതിനേക്കാളും കൂടുതലുണ്ട്. പരിപാടിയിൽ ഡയാലൈഫ് ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ ഹാത്തിം ഹുസൈൻ, ഗവൺമെൻറ് കോളേജ് NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ആശാലത, ഡയാലൈഫ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ബ്രിജേഷ്, നഴ്സിംഗ് സൂപ്രണ്ട് ജിക്കി, JCI വിദ്യാനഗർ പ്രസിഡന്റ് റാഷിദ് KH, BNI പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് നാസർ, TK മൊയ്തീൻ കുഞ്ഞി, അനീഷ് JC എന്നിവർ സംസാരിച്ചു. ഡയാലൈഫ് ഹോസ്പിറ്റലിലെ ജീവനക്കാരും നിരവധി സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും രക്തദാനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ടൗണിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഒരു വിദ്യാർത്ഥിനിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളും +1 വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പുറത്തുനിന്നെത്തിയ വിദ്യാർത്ഥികളും പ്രശ്നത്തിൽ ഇടപെട്ടത് സംഘർഷം രൂക്ഷമാക്കി. വ്യാഴാഴ്ച വൈകിട്ട് 4:30യോടെയാണ് കുമ്പള ടൗണിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഒരു വിദ്യാർത്ഥിനിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഒരു സംഘം 10ാം ക്ലാസ് വിദ്യാർത്ഥികളും +1 വിദ്യാർത്ഥികളും തമ്മിൽ ആദ്യം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇത് പിന്നീട് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയുമായിരുന്നു. പുറത്തുനിന്നെത്തിയ വിദ്യാർത്ഥികളും പ്രശ്നത്തിലിടപെട്ടത് സംഘർഷം രൂക്ഷമാക്കി. ടൗണിലെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും ഇടപെട്ട് പിരിഞ്ഞു പോകാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടുവെങ്കിലും കൂട്ടാക്കിയില്ല. പിന്നീട് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കുമ്പള പോലീസ് വിദ്യാർത്ഥികളെ വിരട്ടിയോടിച്ചതോടെയാണ് രംഗം ശാന്തമായത്. സംഘർഷത്തിലേർപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. ഇവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് പോലീസ് പറഞ്ഞു. യൂണിഫോം ധരിച്ചെത്തുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തെത്തിയാൽ സാധാരണ വേഷം ധരിച്ച് പ്രശ്നമുണ്ടാക്കുന്നതായി പോലീസ് പറഞ്ഞു. അധ്യയന വർഷാരംഭത്തിൽ തന്നെയുള്ള പ്രശ്നത്തെ കർശനമായി നേരിടാനാണ് പോലീസിന്റെ തീരുമാനം. വിദ്യാർത്ഥികളുടെ സംഘർഷം കാരണം കുമ്പള ടൗണിൽ അരമണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ എക്സലൻസ് സമ്മിറ്റ് 2025 ശ്രദ്ധേയമായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അബൂഹൈൽ ഹാളിലാണ് എക്സലൻസ് സമ്മിറ്റ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ എറയസൻ അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് PV കരേക്കാട് സ്വാഗതം പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറി PT അഷ്റഫ് വിഷയാവതരണം നടത്തി. ദുബായ് KMCC സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. ചടങ്ങിൽ ദുബായ് KMCC ഇഫ്താർ ടെൻറ്റിൽ സേവനം ചെയ്ത മണ്ഡലത്തിലെ വളണ്ടിയർ ഹാപ്പിനെസ് ടീമിനും SSLC +2 CBSE മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അക്കാദമിക് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. കോട്ടക്കൽ മണ്ഡലത്തിന് പ്രഥമ വനിതാ KMCC കമ്മിറ്റിയും സ്റ്റുഡൻറ് KMCC കമ്മിറ്റിയും രൂപീകരിച്ചു.
മണ്ഡലം ഭാരവാഹികളായ അബൂബക്കർ തലക്കാപ്പ്, സയ്യിദ് വരിക്കോട്ടിൽ, അബ്ദുസലാം ഇരുമ്പിളിയം, ഷെരീഫ് ടി.പി, റാഷിദ് കെ, മുസ്തഫ CK, റസാഖ് വളാഞ്ചേരി, അഷ്റഫ് എടയൂർ എന്നിവർ എക്സലൻസ് സമ്മിറ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അക്ഷരലോകത്തെത്തിയ കുരുന്നുകളെ വരവേൽക്കുവാൻ വർണ്ണാഭമായ പ്രവേശനോത്സവം ഒരുക്കി മാവിനകട്ടയിലെ YMK മെമ്മോറിയൽ അൽബിർ സ്കൂൾ. മധുരം നൽകിയും വർണ്ണ ബലൂണുകൾ കൈമാറിയും താളമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ സ്വീകരിച്ചു. നാടിൻ്റെ തന്നെ ഉത്സവമായി മാറിയ പ്രവേശനോത്സവം സയ്യിദ് NPM ഷറഫുദ്ദീൻ അൽ ഹാദി റബ്ബാനി കുന്നുംകൈ ഉദ്ഘാടനം ചെയ്തു. കളിച്ചിരികൾ, കുഞ്ഞു കരച്ചിലുകൾ, കൗതുകം. മാവിനക്കട്ടയിലെ YMK മെമ്മോറിയൽ അൽബിർ സ്കൂൾ മുറ്റത്തേക്ക് രക്ഷിതാക്കളുടെ കൈപിടിച്ചെത്തിയ കുരുന്നുകൾക്ക് ഇങ്ങനെ പല ഭാവങ്ങളായിരുന്നു. പാട്ടും കളിച്ചിരികളുമായി അധ്യാപകരും സ്കൂൾ അധികൃതരും മറ്റു കുട്ടികളും അറിവിൻ്റെ പടിവാതിൽക്കലിൽ നവാഗതരെ ഊഷ്മളമായി സ്വീകരിച്ചു. വർണ്ണ ബലൂണുകളും അലങ്കാരങ്ങളുമായി കുരുന്നുകളെ വരവേൽക്കുവാൻ വിദ്യാലയം അണിഞ്ഞൊരുങ്ങിയിരുന്നു. മധുരം നൽകിയും വർണ്ണ ബലൂണുകൾ കൈമാറിയും താളമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ സ്വീകരിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ സയ്യിദ് NPM ഷറഫുദ്ദീൻ അൽ ഹാദി റബ്ബാനി കുന്നുംകൈ വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങൾ ചെറിയ കുട്ടികൾക്ക് മികച്ച രീതിയിൽ നൽകണമെന്നും അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിലാണ് അൽബിർ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ മുതലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ മുതലെന്ന് പറയുന്നത് അവരുടെ മക്കളാണ്. ആ മക്കൾ സന്മാർഗത്തിലേക്ക് എത്തുക, ആ മക്കൾ പഠിച്ചുഷാറാകുക എന്നുള്ളത് ഏത് മാതാപിതാക്കളുടെയും അഭിലാഷമാണ്. അതിലുപരി നാളെ ആഖിറത്തിൽ ഈ മക്കളെ കൊണ്ട് ഉപകാരം ലഭിക്കണമെന്നുള്ള മോഹവും, ഇത് രണ്ടും സംയോജിക്കുന്നതിൻ്റെ പേരാണ് അൽബിർ എന്ന് പറയുന്നത്. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് വാഫി സ്വാഗതം പറഞ്ഞു. ഷിംല ഖാദർ, ആഷിഫ്, ഖലീൽ, ഹൈദർ കരീം എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളും അധ്യാപികമാരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള മാവിനക്കട്ടയിലെ YMK മെമ്മോറിയൽ അൽബിർ സ്കൂൾ മികച്ച പഠന നിലവാരം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി 450ഓളം അൽബിർ സ്കൂളുകളുണ്ട്. ജില്ലാതല ഫെസ്റ്റുകൾ, സ്പോർട്സ്, പഠനയാത്രകൾ തുടങ്ങി വ്യത്യസ്ത പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുമായി മികവുറ്റ രീതിയിലാണ് ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ജൂൺ 2 മുതൽ ജില്ലാ സംസ്ഥാനതല പ്രവേശനോത്സവവും ഓരോ വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവവും വർണ്ണാഭമായ പരിപാടികളോടെയാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹേർട്ട് സെന്ററിൽ നടന്ന നൂതന ഹൃദ്രോഗ ചികിത്സ വിജയം. സങ്കീർണമായ സർജറി ഒഴിവാക്കി നൂതന ചികിത്സാ മാർഗമായ ഓർബിറ്റൽ അതിരക്ടമി ചികിത്സയിലൂടെയാണ് 70 വയസ്സുകാരനായ രോഗിയെ സുഖപ്പെടുത്തിയത്. വടക്കൻ കേരളത്തിൽ തന്നെ ഒരാശുപത്രിയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ നടന്നത്. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ കൺസൾട്ടന്റ് ഡോക്ടർ ഭരതേഷാണ് ശസ്ത്രക്രിയ നടത്തിയത്. നൂതന ഹൃദ്രോഗ ചികിത്സയായ ഓർബിറ്റൽ അതരക്ടമി ശസ്ത്രക്രിയ വിജയത്തിലൂടെ പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ട് കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ. ഹൃദയധമനികളിൽ കാൽഷ്യം കൊണ്ടുള്ള ഗുരുതരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്ന 70 വയസ്സുള്ള വ്യക്തിക്കാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. കാൽഷ്യം അടിഞ്ഞുകൂടി മുഴ പോലെ അകത്തേക്ക് തള്ളി നിൽക്കുന്ന രക്തക്കുഴലിലെ ഈ തടസ്സം നീക്കുന്നതിന് സാധാരണ ബലൂൺ ഉപയോഗിച്ചാൽ അത് പൊട്ടിപ്പോകും. ഈ സാഹചര്യത്തിലാണ് ഓർബിറ്റൽ അതരക്ടമി ചികിത്സ അവലംബിച്ചത്. സങ്കീർണമായ സർജറി ഒഴിവാക്കി ഓർബിറ്റൽ അതരക്ടമി എക്യുപ്മെന്റ് എന്ന ഉപകരണം ഉപയോഗിച്ച് രക്തക്കുഴലിലെ കാഠിന്യമേറിയ മുഴ പൊട്ടിച്ചു കളയുന്നതാണ് ഈ ചികിത്സാരീതി. പ്രധാന ഹൃദയധമനികളായ LMCA, LAD, LCX എന്നിവയിൽ അടിഞ്ഞുകൂടിയ കാൽഷ്യം പൊടിച്ചു മാറ്റുകയും രക്തക്കുഴലുകളിലെ തടസ്സം നീക്കുകയും രോഗിയെ രക്ഷിക്കുകയുമായിരുന്നു. ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ കൺസൾട്ടന്റ് ഡോക്ടർ ഭരതേഷാണ് നൂതനമായ ഈ ശസ്ത്രക്രിയ നടത്തിയത്.
പരമ്പരാഗത ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ശസ്ത്രക്രിയ. ഈ സാങ്കേതിക വിദ്യയിലൂടെ ഡോക്ടർമാർക്ക് സുരക്ഷിതമായി സ്റ്റെന്റുകൾ തിരുകാനും ഇതുവഴി സാധാരണ രക്തയോട്ടം പുനഃസ്ഥാപിക്കാനും അനുവദിക്കുന്നു. ശസ്ത്രക്രിയ വിജയകരമായതിനാൽ ഉയർന്ന അപകട സാധ്യതയുള്ള ഹൃദയ സംബന്ധമായ കേസുകളെ നൂതന ചികിത്സയ്ക്കായി മെട്രോ നഗരങ്ങളിലേക്ക് റെഫർ ചെയ്യേണ്ടതില്ലെന്ന് ഡോക്ടർ ഭരതേഷ് പറഞ്ഞു. 70 വർഷം വയസ്സായ പേഷ്യൻറ്റ് ചെസ്റ്റ് പെയിനായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായി. ആ പേഷ്യൻറ്റ് മൾട്ടിപ്പിൾ കൺസൾട്ടേഷൻസ് മേജർ സിറ്റീസിൽ ബാംഗ്ലൂർ, മൈസൂർ ഇങ്ങനത്തെ സിറ്റീസിൽ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന പേഷ്യൻ്റാണ്. അപ്പോൾ അവിടെ ഡോക്ടർമാർക്ക് ബൈപ്പാസ് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ പേഷ്യൻറ്റിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പുതിയ ടെക്നോളജി ഓർബൈറ്റൽ എത്തിറക്ടമി എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റിനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. ഓർബൈറ്റൽ എത്തിറക്ടമി പറഞ്ഞാൽ ഇതൊരു പുതിയ ടെക്നോളജിയാണ്. ഇതിൽ കാൽഷ്യം ഉള്ള രക്തക്കൊള്ളിൽ നമ്മൾ സ്ക്രാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ സ്റ്റണ്ട് ഇട്ടിട്ട് തുറക്കുന്ന കേസാണ് ഇത്. സാധാരണയായിട്ട് ബൈപ്പാസ് വേണ്ടെന്ന് പറയുന്ന പേഷ്യൻസിന് നമ്മൾ ഇങ്ങനത്തെ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ വ്യവസ്ഥ ഈ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പേഷ്യൻസിന് ഇങ്ങനത്തെ കേസസ് നമുക്ക് കാസർഗോഡിലെ വ്യവസ്ഥയുണ്ട്. മാംഗ്ലൂരിലോ ഇല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോകുന്ന ആവശ്യമില്ല, മേജർ സിറ്റീസിൽ പോകുന്ന ആവശ്യമില്ല. കാസർഗോഡിലെ എല്ലാ വ്യവസ്ഥയും ഉണ്ട്. രോഗി സുഖം പ്രാപിക്കുകയും വീട്ടിലേക്ക് മടങ്ങിയതായും ഡോക്ടർ അറിയിച്ചു. ഈയൊരു സുപ്രധാന മുന്നേറ്റത്തോടെ വടക്കൻ കേരളത്തിൽ തന്നെ പ്രാപ്യവും ഉയർന്ന നിലവാരവുമുള്ളതായ ഹൃദയപരിചരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ. വൻ നഗരങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിൽ ചികിത്സ നടത്താമെന്നതുൾപ്പെടെയുള്ള നിരവധി സവിശേഷതകളും മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിനെ ശ്രദ്ധേയമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംഗീത യോഗാ ദിനാചരണത്തിന്റെ മുന്നോടിയായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ മെലോഡിക്ക ഉപയോഗിച്ചുള്ള സംഗീതവും യോഗാഭ്യാസവും നടത്തി. ഗായകനും ടെലിവിഷൻ താരവും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ നിരുപം സായി ഉദ്ഘാടനം ചെയ്തു. സംഗീതാധ്യാപകൻ ജോയ് പിലാത്ര മെലോഡിക്ക എന്ന സംഗീത ഉപകരണത്തിൽ കുട്ടികൾക്കായി പാട്ടുകൾ വായിച്ചു. യോഗ പരിശീലക സി ഷൈനി വിദ്യാർത്ഥികളെ യോഗാഭ്യാസം പഠിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗീത യോഗാ ദിനാചരണം ടെലിവിഷൻ താരവും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ നിരുപം സായി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് MV ഫൈസൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് AEO KV രാഘവൻ മാസ്റ്റർ, സ്കൂൾ മുഖ്യാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, മദർ PTA പ്രസിഡന്റ് M സുൽഫാനത്ത്, P ദേവസി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് MV ഫൈസൽ നിരുപം സായിയെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്കാര സാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനയാണ് ലഹരി വായനാ ദിനം സംഘടിപ്പിച്ചു. സുധാമേനോന്റെ ഇന്ത്യ എന്ന ആശയം പുസ്തക ചർച്ചയും നടന്നു. സംസ്കാര സാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വായനയാണ് ലഹരി വായനാ ദിനത്തോടനുബന്ധിച്ച് സുധാമേനോന്റെ ഇന്ത്യ എന്ന ആശയം പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് പീസ് സ്മാരക ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ പയ്യന്നൂർ, ഗ്രന്ഥകാരൻ രവീന്ദ്രൻ രാവണേശ്വരം, കവയത്രി CP ശുഭ, മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ, എഴുത്തുകാരി ഉഷസ് മാലോ, കഥാകൃത്തും അഭിനേതാവും കവിയുമായ ഷാജഹാൻ തൃക്കരിപ്പൂർ, എഴുത്തുകാരൻ ചന്ദ്രൻ മുട്ടമത്ത് എന്നിവർ ചർച്ച നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗാന്ധിയൻ പ്രൊഫസർ TN സുരേന്ദ്രനാഥ്, ഷാജഹാൻ തൃക്കരിപ്പൂർ,
DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ്, മുൻ നഗരസഭാ ചെയർമാൻ V ഗോപി, മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, A പുരുഷോത്തമൻ, കരിച്ചേരി പ്രഭാകരൻ നായർ, പത്മരാജൻ ഐങ്ങോത്ത്, മനോജ് ഉപ്പിലിക്കൈ, ഡോക്ടർ ദിവ്യ, ജിതിൻ, സുകുമാർ ആശീർവാദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ S ബാലൻ, ശ്രീജ പുരുഷോത്തമൻ, ഷിഹാബ് കാർഗിൽ, സംസ്കാര സാഹിതി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ, സംസ്കാര സാഹിതി ജില്ലാ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. കൺവീനർ ദിനേശൻ മൂലക്കണ്ടം സ്വാഗതവും രാമകൃഷ്ണൻ മോനാച്ച നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം ക്ഷേത്രവയൽ നടിയിൽ ഉത്സവം നടന്നു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകത്തിൽ നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു. 5 ഏക്കർ വയലിലാണ് കൃഷി ഇറക്കിയത്. നടിയിൽ ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ വിളംബരം ചെയ്യുന്നതാണ് ഈ നെൽകൃഷിയുടെ നടിയിൽ ഉത്സവം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൃഷി ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ പോലും ആ നഷ്ടത്തിൽ നിന്നും വകവെക്കാതെ തങ്ങളുടെ ജീവിതവും അതിൻ്റെ പൈതൃകവും പാരമ്പര്യവും അനുഭവവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നും മനുഷ്യൻ കൃഷിയുമായിട്ടുള്ള ആത്മബന്ധം തുടരുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉള്ള പല പച്ചക്കറികളും അതുപോലെ തന്നെ മറ്റ് പല ധാന്യവിളകളും നമുക്ക് ഉപയോഗിക്കേണ്ടതും പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. 5ാം വാർഡ് മെമ്പർ രതീഷ് രാഘവൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക പദ്ധതി വിശദീകരണം പെരിയ കൃഷി ഓഫീസർ KJ പ്രകാശ് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായനി കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് MK ബാബുരാജ്, 4ാം വാർഡ് മെമ്പർ അംബിക കൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K മണികണ്ഠൻ, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പത്മനാഭൻ കല്യോട്ട്, ക്ഷേത്രം കഴകം സെക്രട്ടറി ഗോപാലൻ K, ക്ഷേത്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജനാർദ്ദനൻ കല്യോട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഭരണസമിതി പ്രസിഡന്റ് ദാമോദരൻ K സ്വാഗതവും ഭരണസമിതി അംഗം കരുണാകരൻ കാമലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് അച്ചാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ ചക്കമേള പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു. വെള്ളിക്കൊത്ത് വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ചക്കമേള സംഘടിപ്പിച്ചു. CDS ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു. മെമ്പർ സെക്രട്ടറി ഷൈജു സ്വാഗതവും CDS ചെയർപേഴ്സൺ രത്നകുമാരി അധ്യക്ഷതയും വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മീന, കൃഷ്ണൻ മാസ്റ്റർ, ഷീബ ഉമർ, മറ്റ് വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ, ADS അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. മത്സരാടിസ്ഥാനത്തിൽ നടന്ന ചക്കമേളയിൽ വാർഡ് 12 കിഴക്കുംകര 1ാം സ്ഥാനവും വാർഡ് 1 രാമണേശ്വരം 2ാം സ്ഥാനവും വാർഡ് 2 രാമഗിരി, വാർഡ് 5 മാണിക്കോത്ത് എന്നിവർ 3ാം സ്ഥാനവും നേടി. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീരമലക്കുന്നിൽ വൻ വിള്ളൽ. ഡ്രോൺ സർവേയിലാണ് കുന്നിൽ വിള്ളലുകൾ കണ്ടെത്തിയത്. കുമ്പള ടൗണിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. വിദ്യാർത്ഥിനിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കാസർഗോഡ് വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു. തൊഴിലിടങ്ങളിലെ ഇന്റേൺ കമ്മിറ്റികളെ ശക്തിപ്പെടുത്തണമെന്ന് PP കുഞ്ഞായിഷ. വായനാ ദിനം. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായന പക്ഷാചരണം സംഘടിപ്പിച്ചു. CPIMന്റെ നേതൃത്വത്തിൽ പൈവളികയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കഥ പറഞ്ഞും കവിത ചൊല്ലിയും മൊഗ്രാൽ ദേശീയവേദിയുടെ വായന ദിനാചരണം. എഴുത്തുകാരൻ സുറാബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.